വി.ഡി. സതീശൻ്റെ ഒരു പ്രസ്താവന ട്രൈബലുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ. അപ്പോൾ ആ വിഷയത്തിൽ ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ആദിവാസി മേഖലയിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ നിലമ്പൂരിൽ ഓൾറെഡി ഉണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കാലങ്ങളായിട്ട് കൃഷ്ണൻ എരഞ്ഞിക്കൽ നിങ്ങൾ. അപ്പോൾ ആ ഒരു പ്രസ്താവനയെ എങ്ങനെയാണ് കാണുന്നത്? എന്തൊക്കെയാണ് ഇതിലെ അതുമായി ബന്ധപ്പെട്ട് താങ്കളുടെ കാഴ്ചപ്പാട്? ആദിവാസി വിഷയത്തിൽ കോൺഗ്രസിൻ്റെ ഒരു നിഷേധ നിലപാടിൻ്റെ ഒരു പ്രഹസനമായിട്ടാണ് ഞാനത് കാണുന്നത്. കാരണം 2012 ഈ വിഷയം പ്രത്യേകിച്ചും നിലമ്പൂരിൻ്റെ ട്രൈബൽ ഓഫീസിൻ്റെ മുന്നിൽ ആദിവാസികൾ ഇതേ ബിന്ദു വൈലാശ്ശേരിയുടെ നേതൃത്വത്തിൽ നിരാഹാരം അനുഷ്ഠിച്ചിരുന്നു. അന്ന് ആര്യാടൻ ഷൗക്കത്താണ് നിലമ്പൂരിൻ്റെ ചെയർമാൻ, മുനിസിപ്പൽ കൗൺസിലർ ചെയർമാൻ. ആ ചെയർമാനാണ് അന്ന് ഇതിന് ഒത്തുതീർപ്പിന് വേണ്ടി, ഈ സമരം ഒത്തുതീർപ്പിന് വേണ്ടി വന്നിട്ടുള്ളത്. ഞാനും അതുപോലെ തന്നെ ITDP ഓഫീസിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ആര്യാടൻ ഷൗക്കത്ത് അടക്കമുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഒത്തുതീർപ്പ്, അതിലൊരു പരസ്പര ധാരണ എത്തി. ആ ധാരണയിൽ അന്ന് 2012 കേരള പ്രത്യേകിച്ച് നിലമ്പൂരിൻ്റെ മേഖലയിലെ മുഴുവൻ ആദിവാസികൾക്കും അർഹമായിട്ടുള്ള ഭൂമി, വീട്, മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ കൊടുക്കുക എന്നുള്ളത് വളരെ കൃത്യമായിട്ട് രേഖാമൂലം പകർത്തിയതിന് ശേഷം വീണ്ടും അത് വർഷങ്ങളായി, അതായത് 2023 കഴിഞ്ഞിട്ടും ഇതുവരെ അതിൻ്റെ ഒരു നടപടി വന്നിട്ടില്ല. കാരണം ഭരണത്തിലിരിക്കുക അന്ന് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് പോലും ആര്യാടൻ ഷൗക്കത്ത് ഈ മണ്ഡലത്തിൽ ജനപ്രതിനിധിയായിട്ട് ഒരു മുനിസിപ്പൽ ചെയർമാനായിട്ട് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ചെയ്യാമായിരുന്ന പല സംഗതികളും അത് ചെയ്തു കൊടുക്കാത്തതിൻ്റെയൊക്കെ ദുരന്തമാണ് വീണ്ടും അവരെ സമരത്തിലേക്ക് എത്തിച്ചത്. 2023 അവർ വീണ്ടും ITDP ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല പട്ടിണി സമരം നടത്തി. ആ സമരം ഏതാണ്ട് ഒരു 315 ദിവസങ്ങളോളം നീണ്ടു. അവസാനം അവർക്ക് വീണ്ടും ഒരു സമരം തീർക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്ന സാഹചര്യത്തിൽ അത് വീണ്ടും ഇതുപോലെ ഗ്രോവാസുവേട്ടൻ അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ബിന്ദു വൈലാശ്ശേരി അടക്കമുള്ള ആളുകൾ അത് വീണ്ടും ഒരു പരസ്പര ധാരണ എത്തി. അതായത് ആദിവാസികൾക്ക് നിശ്ചിത ഭൂമി വിട്ട് കൊടുക്കണം എന്നുള്ളത്. പക്ഷേ ഇന്നുവരെ അത് യാഥാർത്ഥ്യമായിട്ടില്ല. അതിൻ്റെ തുടർച്ചയാണ് വീണ്ടും അവർ സമരരംഗത്തേക്ക് വരാനുള്ളൊരു കാരണം. ഇതിൽ വി.ഡി. സതീശൻ ആ ഒരു പ്രസ്താവന നടത്തിയത് വളരെ ഒരു അപഹാസ്യമാണ്. കാരണം 2009 കേരളത്തിലെ ആദിവാസികൾക്ക് അർഹമായിട്ടുള്ള ഭൂമി കണ്ടെത്തി കൊടുക്കാൻ ഡോക്ടർ നല്ലതേര തമ്പി സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്ത് കോടതി വിധിയായിട്ടുള്ളത്. ആ വിധിയായ സമയത്ത് UDFൻ്റെ ഭരണം നിലനിൽക്കുന്ന സമയത്ത് പോലും അത് പ്രാബല്യത്തിലാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പം അതൊരു പ്രഹസനമാണ്. ആ ഒരു ആദിവാസികളോട് കേരളത്തിലെ മുഴുവൻ ആദിവാസികളോടും ചെയ്തിട്ടുള്ളൊരു പ്രഹസനമാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായി വീണ്ടും ആദിവാസികളോടൊപ്പം ഉണ്ട് എന്ന് പറയുന്നതിൽ അതിൻ്റെ ഒരു വസ്തുത എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അതായത് 2012 ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ ചെയർമാനായി നിൽക്കുന്ന സമയത്താണ് ഈ ഒരു വാക്ക് കൊടുത്തത്. അന്ന് താങ്കൾ അടക്കമുള്ള ആളുകളായിരുന്നു, ഞാനടക്കമുള്ള ആളുകളാണ് അന്ന് സമരത്തിന് 3 ദിവസത്തെ സമരം, നിരാഹാര സമരം അവസാന ഘട്ടത്തിൽ ITDP ജില്ലാ കളക്ടർ ഇടപെട്ടു. അങ്ങനെ ITDP ഓഫീസിൽ വെച്ച് അതിന് ചർച്ച നടത്തി. ആര്യാടൻ ഷൗക്കത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ചർച്ചയിൽ തീരുമാനം എടുത്തിരുന്നത്. പക്ഷേ ആ തീരുമാനം ഇന്നും പ്രാബല്യത്തിലായിട്ടില്ല. ആ ചർച്ചയുടെ കോപ്പിയൊക്കെ ഇപ്പോൾ ITD ഓഫീസിലും മറ്റ് ബിന്ദു വൈലാശ്ശേരിൻ്റെയൊക്കെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അപ്പം അത് യാഥാർത്ഥ്യമാകാതെ വീണ്ടും കോൺഗ്രസ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല, കഴിഞ്ഞ 2023 ആ സമരം നടക്കുന്ന സമയത്ത് അന്ന് അൻവറായിരുന്നു MLA. അൻവർ MLA ശരിക്കും ആ സമരത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആദിവാസികൾക്ക് അർഹമായിട്ടുള്ള ഭൂമി വാങ്ങിക്കൊടുക്കാൻ ഇടപെടൽ നടത്തുന്നതിന് പകരം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ ബിന്ദു വൈലാശ്ശേരിയുടെ ഭൂമിയുടെ കണക്ക് ചോദിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അദ്ദേഹം പോയി. അത് പിന്നീട് ഇവിടെ ചർച്ചയാകുകയും ബന്ധപ്പെട്ട മാധ്യമങ്ങളിലടക്കം വിഷയം വന്നിരുന്നു. അപ്പോൾ ആദിവാസി വിഷയങ്ങളിൽ ഇടതായാലും വലതായാലും ഇനി PV അൻവർ ആയാലും കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാത്തതിൻ്റെ ഒരു ദുരന്ത ഫലമാണ് അവർക്ക് ഇന്നും ഈ ഭൂമിയിൽ ഇത്തരം സമരപരിപാടികളുമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം വന്നിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, ഏറ്റവും വലിയൊരു സമരം മുത്തങ്ങ സമരം. ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, നരിവേട്ട. ആ നരിവേട്ടയുടെ മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ പശ്ചാത്തലമാണ് അതിൻ്റെ പിന്നിൽ. അതും ആദിവാസികൾ ഭൂമിക്ക് വേണ്ടിയിട്ടുള്ളത്. ഇന്നും അത് യാഥാർത്ഥ്യമാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമുക്ക് ബോധ്യമാണല്ലോ. അതുകൊണ്ടാണ് 2009 ഡോക്ടർ നല്ലതേര തമ്പി കേസ് ഫയൽ ചെയ്തതും അത് സുപ്രീം കോടതി വിധിയായതും കേരളത്തിലെ മുഴുവൻ ആദിവാസികൾക്ക് അർഹമായിട്ടുള്ള 3 ഏക്കർ വീതം ഭൂമി വിട്ടുകൊടുക്കണമെന്ന് കണ്ടെത്തി കൊടുക്കണമെന്ന് കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും ഇന്ന് വരെ ഒരു സർക്കാരും, ഇടത് സർക്കാരും വലത് സർക്കാരും അതിൻ്റെ തുടർ നടപടി സ്വീകരിച്ചിട്ടില്ല. അവർ പറയുന്നത് ഭൂമിയില്ല എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഏക്കർ കണക്കിന് കോർപ്പറേറ്റുകളുടെ കയ്യിൽ ഭൂമി ഇപ്പോഴും ഉണ്ട്. അതൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് ആദിവാസികൾക്കും അർഹമായിട്ടുള്ള ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്കൊക്കെ വിതരണം ചെയ്യാം. പക്ഷേ ആ രീതിയിലേക്ക് സർക്കാരും സംവിധാനങ്ങളും മാറിയിട്ടില്ല, ഈ രാഷ്ട്രീയ നേതൃത്വങ്ങൾ മാറിയിട്ടില്ല. അവർക്കൊക്കെ ഇലക്ഷൻ വരുമ്പോൾ അത് വോട്ട് കിട്ടാനും വേണ്ടി ആദിവാസികളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി
ഒരു പ്രഖ്യാപനം മാത്രമാണ്. ആ ഒരു പ്രഖ്യാപനം മാത്രമാണ് വി ഡി സതീശൻ്റെ കാര്യത്തിലും ഞാൻ ഈ വിഷയത്തിൽ കാണുന്നത്. ആദിവാസികളോടുള്ള താല്പര്യം അല്ല എന്നുള്ളത് ഉറപ്പു തന്നെയാണ്. പിന്നെ നിലമ്പൂരിൻ്റെ പശ്ചാത്തലത്തിൽ ആര്യാടൻ ഷൗക്കത്തൊക്കെ വളരെ കൃത്യമായി ഇടപെടൽ നടത്താൻ കഴിയുമായിരുന്നെങ്കിൽ മുന്നേ അതാകാമായിരുന്നു. ഈ ഒരു സമയത്ത്, തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു പ്രഖ്യാപനത്തിലൂടെ എന്ത് സാധ്യമാക്കാനാണ് അവർക്ക് കഴിയുന്നത്? അത് ജനങ്ങൾ തിരിച്ചറിയും. ജനങ്ങളാണ് അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ SDPയുടെ സംസ്ഥാന നേതൃത്വം എന്നുള്ള നിലക്കും അതേപോലെ തന്നെ SDPയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സാദിഖ് നടുത്തോടി ഇവിടെ മത്സരിക്കുന്നു, സ്ഥാനാർത്ഥിയുണ്ട്. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ മണ്ഡലത്തിൽ നിലനിൽക്കെ എങ്ങനെയാണ് ജനങ്ങൾക്ക് മുമ്പിൽ ഇത് പറഞ്ഞ് എന്താണ് ജനങ്ങളുടെ പ്രതികരണം? എങ്ങനെയാണ് പാർട്ടി ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? ഈ നിലമ്പൂരിൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് SDP ഈ മണ്ഡലത്തിൽ നിർത്തിയിട്ടുള്ളത്. മാത്രമല്ല, ജനകീയ വിഷയങ്ങളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഇത്തരം മാനുഷിക വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും അത് ജനങ്ങൾക്ക് സ്വീകാര്യമാവുന്ന രീതിയിലേക്ക് എത്തിക്കാനൊക്കെ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. ആ രീതിയിൽ നല്ല രീതിയിൽ മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജനകീയ സ്വീകാര്യത ഉണ്ട് അദ്ദേഹത്തിന്. ഈ മണ്ഡലത്തിൽ നല്ല ഒരു വിജയസാധ്യത കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഇടതും വലതും അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പല രീതിയിൽ അത് പ്രകോപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഒരു ഓഫീസ് അവിടെ വസ്തുക്കളൊക്കെ നശിപ്പിച്ച. അതെ. അപ്പം ഇത്തരം പ്രകോപനങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ള രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ അവർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വാർത്താ മാധ്യമങ്ങൾ തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അടുത്തിടെ SDPയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നില്ല, റദ്ദ് ചെയ്തു എന്നുള്ള രീതിയിലേക്കുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരുന്നു. അതൊക്കെ അതിൽ നിന്നൊക്കെ മാറി ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരു തരത്തിലേക്ക് സ്ഥാനാർത്ഥി എത്തി. ഒരു നല്ല മുന്നേറ്റം ഇവിടെ സൃഷ്ടിക്കാൻ കഴിയുന്നുള്ളത് നമുക്ക് പ്രതീക്ഷയുണ്ട്. SDPയെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റം, ഈ മണ്ഡലത്തിലൊരു മാറ്റം അനിവാര്യമാണ്. അത് ജനങ്ങളുടെ ആവശ്യം. ആ രീതിയിലേക്കുള്ള ഒരു മാറ്റം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്.